In the figure below, a square is drawn with two sides on lines x plus y equal to 1 and x plus y equal to 2. And what is the area of the square? 1, 1 by 2, 1 by 3, 1 by 4. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് ആണ് തന്നത്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ട് മാറും. സ്ക്വയറിൻ്റെ 4 സൈഡും ഈക്വൽ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആൻഡ് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ സി ഡാഷ് മൈനസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എ രണ്ടിലും എയും ബിയും രണ്ടിലും ഈക്വൽ ആയിരിക്കും. ചേഞ്ച് വരുന്നത് സിക്കും സി ഡാഷിനുമാണ്. ഇവിടെ തന്ന ഇക്വേഷൻസ് x plus y minus 1 equal to 0 and x plus y minus 2 equal to 0. ഇതിൽ നിന്ന് a equal to 1, b equal to 1, c equal to -1 and c dash equal to -2. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിൻ്റെ വാല്യൂ 1/√2 ആണെന്ന് കിട്ടും. അതായത് ഒരു സൈഡിൻ്റെ ലെങ്ത് 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 1/2. Therefore option B is correct. A bag contains 100 tickets numbered 1, 2, 3, etc. 100. If a ticket is drawn from the bag, what is the probability that number on the ticket contains the digit 2? അപ്പോൾ ഇവിടെ നമ്മൾ 100 ടിക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് 100 ആണ്. ഇനി അതിൽ നിന്ന് ചോദിച്ചത് പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓൺ ദ ടിക്കറ്റ് കണ്ടെയ്ൻ ദ ഡിജിറ്റ് 2. അപ്പോൾ 2 വരാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് 2, 12, ദെൻ 20 മുതൽ 29 വരെ, ദെൻ 32, 42, 52, 62, 72, 82, 92. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് അത് 19 ആണ് വരുന്നത്. അതുകൊണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 19 ഡിവൈഡഡ് ബൈ 100, അതായത് ഓപ്ഷൻ ബി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Rema is 21 years younger than her mother. She will be half her mother's age in 6 years. How old is her mother now? അപ്പോൾ നമ്മൾ മദറിൻ്റെ ഏജ് എം ആയിട്ടും റേമയുടെ ഏജ് 6 ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ റേമയുടെ വയസ്സ് എന്ന് പറയുന്നത് അമ്മയുടെ വയസ്സിനേക്കാൾ 21 വയസ്സ് കുറവാണ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയാൽ R = m-21. പിന്നെ പറയുന്നത് 6 വർഷത്തിന് ശേഷം റേമയുടെ വയസ്സ് അമ്മയുടെ വയസ്സിൻ്റെ പകുതിയാവും. അപ്പോൾ R+6 റേമയുടെ വയസ്സിൻ്റെ കൂടെ 6 വർഷം കൂടി. അതേ സമയത്ത് അമ്മയുടെ വയസ്സും കൂടി 6 വർഷം. അപ്പോൾ R+6 = m+6/2. ഇനി ഇവിടെ നമ്മൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കുക? ഇതിൽ നിന്ന് R+21 എന്ന് കൊടുക്കുക. അപ്പോൾ R+21 + 6/2 ഇത് ഇക്വേറ്റ് ചെയ്താൽ ആറിൻ്റെ വാല്യൂ 15 കിട്ടും. അതായത് റേമയുടെ ഏജ് എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടും. അപ്പോൾ അമ്മയുടെ വയസ്സാണ് ചോദിച്ചത്. 15നോട് 21 കൂട്ടിയാൽ അമ്മയുടെ കറണ്ട് ഏജ് കിട്ടും. ദാറ്റ് ഈസ് 36. Therefore option B is correct. What is the equation of the circle circumscribing the triangle with the vertices 0, 0, 0, 3 and 3, 0? അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ നോക്കാം. അതിൻ്റെ വേർട്ടിസസ് 0, 0, 0, 3 ആൻഡ് 3, 0. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ഇത് വരിക. കാരണം ഒന്ന് ഒറിജിനലാണ്, മറ്റൊന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലും ആണ് വേർട്ടിസസ് വരുന്നത്. അതുകൊണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതിന് കണ്ടെയ്ൻ ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്റർ എന്തായാലും അതുകൊണ്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പർടെനസിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും. അപ്പോൾ ഹൈപ്പർടെനസിൻ്റെ മിഡ് പോയിന്റിൽ, ഏകദേശം മിഡ് പോയിന്റിലാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ആ സെൻറ്റർ നമ്മൾക്ക് എന്ത് കിട്ടും? 3/2 3/2 ആണെന്ന് കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി റേഡിയസ് കൂടെ കിട്ടിയാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർടെനസ് ഇതിൻ്റെ ഡയമീറ്റർ ആയിട്ട് മാറും. അതുകൊണ്ട് സെൻറ്ററിന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടിയാൽ റേഡിയസ് കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് 3/2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 3/2 - 0 ഹോൾ സ്ക്വയർ. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് റേഡിയസ് 3/√2 എന്ന് കിട്ടും. അപ്പോൾ സെൻറ്റർ എ ബിയും റേഡിയസ് ആറും ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ = r² ആണ്. അത് പ്രകാരം x - 3/2 ഹോൾ സ്ക്വയർ പ്ലസ് y - 3/2 ഹോൾ സ്ക്വയർ = 9/4. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് x² + y² - 3x - 3y = 0 ആണെന്ന് കിട്ടും. കോൺസ്റ്റൻ്റ് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തു. അത് ഓപ്ഷൻ ബി ആണ്. ദർഫോർ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്.
The price of a table and chair is rupees 5,000 and the table costs rupees 2,000 more than the chair. What is the price of a table and 2 chairs? അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ റേറ്റ് എക്സ് ആയിട്ടും ചെയറിൻ്റെ വില വൈ ആയിട്ടും കൺസിഡർ ചെയ്താൽ ഒരു ടേബിളിനും ചെയറിനും 5,000 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5,000. അതുപോലെ തന്നെ ടേബിളിന് ചെയറിനെക്കാട്ടിയും 2,000 രൂപ അധികമാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2,000 പ്ലസ് വൈ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2,000 പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2y ഈക്വൽ ടു 3,000. ഇതിൽ നിന്ന് വൈൻ്റെ വാല്യൂ 1,500 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 1,500 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ അതിനേക്കാൾ 2,000 അധികമായിരിക്കും. ദാറ്റ് ഈസ് 3,500. അപ്പോൾ എക്സിൻ്റെ വാല്യൂയും വൈയുടെ വാല്യൂയും കിട്ടി. പിന്നെ ചോദിക്കുന്നത് പ്രൈസ് ഓഫ് ടേബിൾ ആൻഡ് 2 ചെയേഴ്സ്. അപ്പോൾ ടേബിൾ എക്സ് ആണ്, 2 ചെയർ എന്ന് പറയുന്നത് 2y. അപ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 6,500. Therefore option B is correct. 1 added to a positive number gives the square of the number. What is the number? അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് എടുത്താൽ അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. 1 + x = x². That is x square minus x minus 1 equal to 0. ഇത് സോൾവ് ചെയ്താൽ x equal to 1 plus or minus √5/2. That is 1 plus √5/2 വരാം. അതുപോലെ തന്നെ 1 minus √5/2 വരാം. പക്ഷെ ഇവിടെ തന്നത് പോസിറ്റീവ് നമ്പറാണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ വാല്യൂ വരില്ല. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1 plus √5/2 ആണ്. Therefore option B is correct. What is the difference between sum of first 10 terms of arithmetic sequence 12, 23, 34 etc. and sum of next 10 terms? അപ്പോൾ സീക്വൻസ് ഇതാണ് 12, 23, 34 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 10 സംഖ്യകളുടെ തുകയും പിന്നെയുള്ള 10 എണ്ണത്തിൻ്റെ തുകയും കണ്ടിട്ട് ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പം ഞാനിത് 2 സീക്വൻസ് ആക്കാൻ പോവാണ്. ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ തുക കാണും. ദെൻ 11ാമത്തെ ടേം ഏതാണ് നോക്കും. 11 മുതൽ വീണ്ടും ഇതിനെ പുതിയ സീക്വൻസ് ഫസ്റ്റ് ടേം ഈ 11ാമത്തെ ടേം ആക്കിയിട്ടാണ് അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 12, കോമൺ ഡിഫറൻസ് 11. അപ്പോൾ 11ാമത്തെ ടേം a + n-1d. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ a + 10d therefore 122 ആണെന്ന് കിട്ടും. അപ്പോൾ 11ാമത്തെ ടേം 122 ആണ്. ഇനി ആദ്യത്തെ 10 ടേമുകളുടെ സം എന്ന് പറയുന്നത് n/2 × 2a + n-1 × d. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഇവിടെ 2a എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 615 ആണെന്ന് കിട്ടും. ഇനി അതിന് ശേഷമുള്ള 10 എണ്ണമാണ് കാണേണ്ടത്. അവിടെ നമ്മൾ ഫസ്റ്റ് ടേം ഇവിടെ a = 122 ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് കോമൺ ഡിഫറൻസ് സെയിം തന്നെയാണ്, 11 തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സീക്വൻസിൻ്റെ തുക കാണാൻ പോകുന്നത്. അപ്പോൾ സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ് എന്ന് പറയുന്നത് n/2 × 2a + n-1 × d, അതായത് 1715 ആണെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1100 ആണ്. ഇവിടെ റൈറ്റിംഗ് മിസ്റ്റേക്കാണ്. 1715 മൈനസ് 615. അപ്പോൾ 1100 കിട്ടി. Therefore option B is correct. The surface area of a solid sphere is 60 square centimeters. It is cut into 2 hemispheres. What is the surface area of each half? അപ്പോൾ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ തന്നിട്ടുണ്ട് ഏരിയ 60 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന്. അപ്പോൾ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ 4πr² = 60. ഇതിൽ നിന്ന് r² വാല്യൂ കാണുന്നത് പൈ നമ്മളിവിടെ 22/7 എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് r² വാല്യൂ നമ്മൾക്ക് 15 × 7/22 ആണെന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ 2 ഹെമിസ്ഫിയർ ആക്കി കട്ട് ചെയ്യാണ്. അപ്പോൾ ഓരോ രണ്ടിൻ്റെയും സർഫസ് ഏരിയ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇനി ഈ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ പ്ലസ് നമ്മുടെ സർക്കുലാർ റീജിയൻ, ഈ സർക്കുലാർ പോർഷൻ്റെ ഏരിയ കൂടെ കാണണം. അതായത് ഏരിയ ഓഫ് സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ ഈസ് 2πr². അത് ഇതിൻ്റെ പകുതി പ്ലസ് നമ്മളെന്താ സർക്കുലാർ പോർഷൻ്റെ ഏരിയ കൂടെ. അങ്ങനെ 3πr². സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ 3πr², അതിൽ നിന്ന്
ആർ സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു 22/7 ഇൻറ്റു 15 ഇൻറ്റു 7/22. ഇതിൽ നിന്ന് 3 ഇൻറ്റു 15 ഈക്വൽ ടു 45 എന്ന് കിട്ടും. ദ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 0.666 എക്സെട്ര ഹോൾ സ്ക്വയർ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 0.666 എക്സെട്ര ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, അവസാനമില്ല ഇതിന്. അപ്പോൾ നമ്മൾ 10x കാണുകയാണ്. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.6666 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ 9x ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. 9x ഈക്വൽ ടു 6. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 2/3 ആണെന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് അതിൻ്റെ സ്ക്വയറാണ്. അതിൻ്റെ സ്ക്വയറാണ് കാണേണ്ടത്, എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4/9, ദാറ്റ് ഈസ് 0.444 എക്സെട്ര. Therefore option C is correct. The area of 3 faces of a rectangular prism are 6, 10 and 15. What is its volume? അപ്പോൾ 3 സൈഡ് XYZ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രിസത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് √XYZ ആയിരിക്കും. ദാറ്റ് ഈസ് √6 ഇൻറ്റു 10 ഇൻറ്റു 15, ദാറ്റ് ഈസ് 30 cm3. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.